നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം നാരായണീയമാകുന്നു. ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ഋഷഭയോഗീശ്വര ചരിതമെന്ന 20-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം നാം ചർച്ച ചെയ്യുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. ഇന്ദ്രസ്ത്വദുത്കർഷകൃതാദമർഷാത് വവർഷനാസ്മിന്നജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷമേന വ്യദധാ സുവർഷം. അടുത്തതായി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഇന്ദ്രഃ ത്വദുത്കർഷകൃതാത് അമർഷാത് വവർഷ ന അസ്മിൻ അജനാഭവർഷേ യഥാ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷം ഏനത് വ്യദധാഹ സുവർഷം. അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. യഥാ ത്വദുത്കർഷകൃതാത് അമർഷാത് ഇന്ദ്രഃ അസ്മിൻ അജനാഭവർഷേ ന വവർഷ തഥാ ത്വം നിജയോഗശക്ത്യാ സ്വവർഷം ഏനത് സുവർഷം വ്യദധാഹ. അടുത്തതായി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. നാഭിരാജാവ് പത്നിയോടുകൂടെ അങ്ങയുടെ അംശമായ ഋഷഭനിൽ പൂർണ്ണ രാജ്യഭാരം സമർപ്പിച്ച് തപോവനത്തെ പ്രാപിക്കുകയും അവിടെ നിന്ന് വൈകുണ്ഠത്തിലേക്ക് ഗമിക്കുകയും ചെയ്തു. വളരെ മനോഹരമായി രാജ്യഭാരം ഏറ്റെടുത്തത് പ്രകാരം വളരെ മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കെ അതിൽ അമർഷം പൂണ്ട അസൂയാലുവായ ഇന്ദ്രൻ അങ്ങയുടെ അജനാഭമെന്ന ഭൂഖണ്ഡത്തിൽ മഴയെ നൽകിയില്ല, വർഷത്തെ നൽകിയില്ല. അങ്ങാകട്ടെ അങ്ങയുടെ യോഗശക്തിയാൽ അവിടെ വേണ്ടത്ര മഴ പെയ്യിക്കുകയും സർവ്വ സമൃദ്ധിയും ജനങ്ങൾക്ക് നൽകുകയും ചെയ്തുവെന്ന് സാരം. നമസ്തേ.